നമ്മുടെ നാട്ടിലെ കുട്ടികളിൽ മതം വിടുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരാണ്. എക്സ് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ, യുക്തിവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്, രവീന്ദ്രനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ലിയാഖത്ത് അലിയെ പോലുള്ള ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, കോയ കോളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, കണ്ടവരൊക്കെയാണ്. ജസ്റ്റ് അന്നേരം അറിയാമല്ലോ അതിൻ്റെ ആൾക്കാരുടെ എണ്ണം നമുക്കറിയാം. ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഈ പരിപാടിക്ക് ഇത്രയും ആൾക്കാർ വരുന്നതെന്നുള്ളതാണ് കോമഡി. ഇതിനകത്ത് സംഘികൾ വിളിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ഭയങ്കര തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ തീവ്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും പണ്ഡിതന്മാരും ഒക്കെ വല്ല വിവരക്കേടൊക്കെ വിളിച്ചു പറയും. ഇതെടുത്ത് ഇവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ബോധമുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ മതത്തിൽപ്പെടുന്ന ഒരാൾ ഒരു വിവരക്കേട് വിളിച്ചു കൊടുക്കും, നമ്മൾ അതിനെ അങ്ങ് ഫുള്ള് സപ്പോർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുക. ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ഒരാളാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ഒരാളാണ്. ഞാൻ പൂർണ്ണമായിട്ടും രാമായണം പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല, മഹാഭാരതം എനിക്ക് ഫുള്ളൊന്നും അറിയത്തില്ല. ടി വിയിലൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി വരാൻ നേരത്ത് നമ്മൾ കാണുന്നതാണ്. എനിക്കറിയാവുന്നത് കൃഷ്ണനെ അറിയാം, അർജുനനെ അറിയാം, അല്ലെങ്കിൽ രാമനെ അറിയാം, സീതയെ അറിയാം, ഹനുമാനെയൊക്കെ അറിയാം, ലക്ഷ്മണനെയൊക്കെ അറിയാം. ഇതിനപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല ക്യാരക്ടേഴ്സിനെ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇതിന് പിന്നാലെ പോയിട്ടുമില്ല, പഠിക്കാൻ വേണ്ടി എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടുമില്ല. അപ്പം ഇപ്പം കൃഷ്ണരാജ് എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. ഈ പുള്ളിക്കാരൻ ഈ ഫേസ്ബുക്ക് പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ പച്ച വർഗീയതയാണ് പുള്ളിക്കാരൻ വിളിച്ചു പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഫാത്വാസിൽ സുഷിൻ ഷാമിന്റെ കല്യാണത്തിന് ഒരു അമ്പലത്തിൽ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ പച്ച വർഗീയത വിളിച്ചു പറയുന്നത് മുസ്ലിമായിട്ടുള്ള ഫാത്വാസിൽ അമ്പലത്തിൽ കയറുന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ വിവരക്കേടാണ് അഡ്വക്കേറ്റെ പറയുന്നതാണ് ഞാൻ അന്ന് വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒന്നും പിന്തുണയ്ക്കേണ്ട കാര്യം നമുക്കില്ല. അതുപോലെ ക്രിസ്മസ് സമയത്ത് മകരജ്യോതി എന്ന് പറയുന്നൊരു സംഭവം വീട്ടിൽ തൂക്കണം, ക്രിസ്മസ് സമയത്ത് സ്റ്റാറുകളൊന്നും തൂക്കരുത് എന്നുള്ള രീതിയിൽ ചില കോഡുകളിൽ നിന്നും സോഷ്യൽ മീഡിയ എഴുതി വെക്കാറുണ്ട്. 2 സ്റ്റാർ നമ്മൾ കൂടുതൽ വീട്ടിൽ മേടിച്ച് തൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം പച്ച വർഗീയത പറയുന്ന ടീമിനോടൊന്നും നമ്മൾ പൊരുത്തപ്പെടാതെ ഇവർ പറയുന്ന വർഗീയതയാണ്, ആ വഴിക്ക് പോട്ടെ, ഇമാതിരി പള്ളിക്കേസൊന്നും നമ്മൾ പിടിക്കേണ്ട എന്ന് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരിക്കലും ഒരാളോടും മതം വിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മതം പൂർണ്ണമായിട്ട് വേണ്ടാന്ന് വെക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിരീശ്വരവാദിയായി മാറണമെന്നൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ നമ്മളൊരു മതത്തിൽ വിശ്വസിക്കാൻ നേരത്തെ 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ആൾക്കാർ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലോ അമ്പലങ്ങളിലോ പോയിട്ടിരിക്കാൻ നേരത്തെ നമുക്കൊരു മെൻ്റൽ പീസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. നല്ലതല്ലേ അത്? നമുക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ വേറെ കുറേ ടീമുണ്ട്. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ മതമാണ് ശരി, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ മതം അത്ര ശരിയൊന്നും അല്ല കേട്ടോ, എൻ്റെയാണ് ശരി, ഈ ലോകത്ത് നമ്മുടെ മാത്രം മതി എന്നൊക്കെ വിചാരിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അങ്ങനെ വിചാരിക്കുന്നവർക്കെതിരെയാണ് ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ, ലിയാഖത്ത് അലിയെ പോലുള്ള ആൾക്കാർ, രവീന്ദ്രനെ പോലുള്ള ആൾക്കാരൊക്കെ കോണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലുള്ള വിഷയം വരുമ്പോൾ അവരെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കുരുപൊട്ടിയായിട്ട് വിളിക്കുന്നു. കുരുപൊട്ടി വിളിക്കുന്നവർക്ക് എന്താണെന്ന് മതമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇവർ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇവരൊക്കെ മതം പഠിച്ചതിന് ശേഷമാണ് ഇത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബോധമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇവരെ വിളിച്ച് സ്വന്തം ട്രോളാവുന്നതും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എടുത്ത് കമ്പിക്കോർത്ത് ട്രോളാക്കുന്നത്. അപ്പോൾ വെറും ട്രോളാകാൻ വേണ്ടി വിളിച്ച് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ പലപ്പോഴും ഈ ആരിഫ് ഹുസൈൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മതി, പല കുട്ടികളും വിളിക്കുന്നത് കാണാം. ലോകത്തിപ്പം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ തന്നെ നമ്മളിപ്പം ഈ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കാലഘട്ടം വന്നപ്പോൾ പല ആൾക്കാർ 2 തട്ടിലേക്ക് മാറി. പണ്ട് നമ്മളെല്ലാവരും ഫലസ്തീൻ എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഹമാസിനെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇവരെന്താ ചെയ്തതെന്ന് ഒക്ടോബർ 7 നമ്മൾ കണ്ടു. എന്നിട്ടും ഇതൊന്നും കാണാത്ത രീതിയിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് അതിനെ പലരും വിമർശിക്കുന്നുണ്ട്. അങ്ങനെ വിമർശിക്കുന്നവരെ നിങ്ങൾ വിളിച്ചിട്ട് പിന്നെ വാദിക്കാൻ പോകാൻ നേരത്ത് അവർക്കറിയുന്ന പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ മതം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ പേഴ്സണൽ കാര്യമായിട്ട് അത് കൊണ്ട് നടന്നാൽ ഓക്കെ, ഇത് പബ്ലിക് സ്ഥലത്ത് പോയി തുപ്പുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും. മതത്തിൽ നിന്നുകൊണ്ട് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, ഫസലിനെ പോലുള്ള ആൾക്കാർ. ഈ കോയ കോളിങ്ങിൽ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരുടെ കോയ കോളിംഗ് പ്രോഗ്രാമിലേക്ക് സംഘികളും വിളിക്കുന്നുണ്ട്. ഇവരെയൊക്കെ എടുത്ത് ട്രോളിങ് നമുക്ക് കാണാം. പശുവിൻ്റെ പേരിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, അവരെയും ട്രോളുന്നുണ്ട് ഇവർ. അപ്പം ഇവരൊരു വിഷയത്തിന്റെ പേരിലാണ് സംസാരിക്കുന്നത്. ആ വിഷയത്തെ പറ്റി അറിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിളിക്കാതിരിക്കുക, കുരുപൊട്ടാതിരിക്കുക. ഇതിനകത്തൊക്കെ നമ്മൾ കയറി ഇടപെടേണ്ട എന്തിനാണെന്നൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറയാൻ നേരത്ത്, അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ആയി ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങൾ ഇവർ പറയാൻ നേരത്ത് അതിൽ പ്രകോപനം കൊണ്ടുവന്ന് വിളിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇറാനിലൊക്കെ സ്ത്രീകൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യമില്ലെന്ന് ഇവർ ഈ വീഡിയോയിലൂടെ പറയാൻ നേരത്ത് അത് നമുക്കെതിരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ഒരു ബോധമുള്ള പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീരുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ആരിഫ് ഹുസൈനും ലിയാഖത്ത് അലിയും അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഈ പ്രശ്നം എന്താ വെച്ചാൽ, നേരിട്ട് സംവാദത്തിന് വാ എന്ന് വിശ്വാസിയായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുകാരെ വിളിക്കുന്നുണ്ട്. ഓക്കെ എന്നുള്ള രീതിയിൽ ലിയാഖത്ത് അലിയും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനും പറയുന്നത് കേട്ടു.
പിന്നെ കുറച്ച് കഴിയാൻ നേരത്ത് പറഞ്ഞു ഓൺലൈൻ പരിപാടിക്കേ ഉള്ളൂ, നമ്മൾ ഓഫ്ലൈൻ പരിപാടിക്കില്ല. ചർച്ചയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നല്ലൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് രണ്ടുപേരുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീം കൊടുക്കുക, നിങ്ങൾ ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫേസ് അല്ലെങ്കിൽ അയാളൊരു പതുങ്ങുന്നുണ്ടോ, ആരാണ് പിന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും കാണാമല്ലോ. അപ്പം ഇതിനൊന്നും നിൽക്കാതെ എല്ലാവരും ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാവുന്ന ഒരു കുറച്ച് ആൾക്കാർ വന്നിട്ട് ആരിഫ് ഹുസൈനോട് സംസാരിച്ച് തോൽപ്പിക്കുക, കാര്യം കഴിഞ്ഞില്ലേ. വ്യക്തമായി ഓഫ്ലൈനായിട്ടൊരു ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് പുള്ളിക്കാരനെ ഇരുത്തിക്കൊണ്ട് ചോദിക്കും, ഉത്തരം മുട്ടിപ്പിക്കും. അപ്പോൾ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് കിടന്ന് ബബ്ബെ അടിക്കും. ഈ അടുത്ത സമയത്ത് ഒരു ഉസ്താദ് വിളിക്കുന്നുണ്ട്. ഈ ഉസ്താദിനെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഉസ്താദാണ്. പുള്ളിക്കാരൻ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. കള്ളപ്പേരിലാണ് വിളിക്കുന്നത്. അവിടെ തന്നെ കോമഡിയായി സംഭവം. കള്ളപ്പേരിലാണ് ആരിഫ് ഹുസൈനെ വിളിക്കുന്നത്. ആരിഫ് ഹുസൈനെ വിളിച്ചിട്ട് സംസാരിക്കാൻ നേരത്ത് പുള്ളിക്കാരൻ ലോട്ടറി കച്ചവടക്കാരനും പറയുന്നുണ്ട് സാർ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹളം വെക്കുകയും പ്രകോപിതനാവുന്ന അല്ലാതെ ആരിഫ് ഹുസൈനോട് വ്യക്തമായ രീതിയിൽ സംസാരിച്ച് ഒരു ഭാഗം ക്ലിയർ ആക്കുന്ന രീതിയിലേക്ക് എത്താൻ പോലും പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് കോമഡി. നമ്മുടെ നാട്ടിൽ മതം വിമർശിക്കാനും മതത്തെ ചേർത്ത് പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ള മതം തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ആർക്കും ഇല്ല. അല്ലെങ്കിൽ എല്ലാവരും നിരീശ്വരവാദിയാണെന്നോ എല്ലാവരും മതവിശ്വാസിയാണെന്നോ എല്ലാവരും എൻ്റെ ദൈവത്തിൻ്റെ ഫോളോവേഴ്സ് ആണോ എന്ന് പറയാനുള്ള ഒരു അവകാശമൊന്നും ആർക്കും ഇല്ല. മതത്തെ വിശ്വസിക്കാം, വിശ്വസിക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ അത് തീവ്രമാകരുത്, ബാക്കിയുള്ളവൻ്റെ തോളത്ത് കയറുകയും അവൻ്റെ ചെവി അടിക്കുന്ന രീതിയിലും ആകരുത്. എൻ്റെ മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്താണ് ഇവിടെ തെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്ത് 700 കോടിയോളം ആൾക്കാർ, ഇവർക്കൊക്കെ പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ്. ഇവരൊക്കെ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടുമുണ്ട്, മരിച്ചിട്ടുമുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആചാരങ്ങൾ വരെ ലോകത്ത് പല കോണുകളിലുമുണ്ട്. നമ്മുടെ മതം എന്താണെന്ന് പോലും അറിയാത്ത മനുഷ്യന്മാർ ലോകത്തിൽ പല കോണുകളിലുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറാനിൽ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് കാര്യത്തിന്? നമ്മളെന്തിനാ പ്രകോപിതനാവുന്നത്? ഒരാളൊരു വിഷയം പറയാൻ നേരത്ത് നമ്മൾ പ്രകോപിതനായി അയാളെ ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം എന്താ? ഒരു ദിവസം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ദൈവം ഫോൺ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാസ്റ്റർ സംസാരിക്കുന്നതും, അല്ലെങ്കിൽ പള്ളി പണിയാൻ 8 കോടി രൂപ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു മാസത്തെ പൈസ ഞാൻ തന്നേക്കണേ എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ്. മതം വിൽക്കുന്ന ആൾക്കാരുണ്ട്, മതത്തെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇങ്ങനെയും കോയക്കോളിങ്ങിലേക്ക് വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലരും വിട്ടിട്ട് പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.